നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധം പലപ്പോഴും നിർവചനങ്ങൾക്കപ്പുറമാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിനാണ് തങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതെന്ന് ലോകത്തോട് വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ യുദ്ധം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ട്രംപിന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറമാണ് കാര്യങ്ങൾ എന്ന് വ്യക്തം. ശനിയാഴ്ച രാവിലെ ടെഹ്റാനിൽ ആയത്തുള്ള അലി ഖമനേയി രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയം. ഏറെ നിർണായകമായ ആ സമയത്തു തന്നെ ഇസ്രയേൽ US ഒരുമിച്ച് ചേർന്നുള്ള ആക്രമണം തുടങ്ങി. വ്യക്തമായിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കണക്കുകൂട്ടൽ. രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഒരുമിച്ച് വകവരുത്തുക. അലി ഖമനേയിയെയും രാജ്യത്തിൻ്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അവർ കൊലപ്പെടുത്തി. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഖമനേയിയുടെ പിൻഗാമി അവിടെ പിറവിയെടുത്തു. പിന്നീട് ലോകം കേൾക്കുന്നത് കലിപൂണ്ട ഇസ്രയേൽ GCC രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ്. ആയുധങ്ങൾ താഴെ വയ്ക്കാനും IRGC സൈന്യത്തോട് കീഴടങ്ങാനും ട്രംപ് തുടർച്ചയായി ആവശ്യപ്പെട്ടു. ആക്രമണങ്ങളുമായി ഇനിയും മുന്നോട്ട് നീങ്ങിയാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ അന്ത്യശാസനം തള്ളിയെറിഞ്ഞ് ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ GCC രാജ്യങ്ങൾക്കുമേൽ ചൊരിഞ്ഞു. ഇതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 ദിവസം എന്ന തൻ്റെ വ്യവസ്ഥ മാറ്റി. ഈ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോയേക്കാം എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലക്ഷ്യം കണ്ടു മാത്രമേ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, ഈ യുദ്ധം എത്ര നീണ്ടുപോയാലും വിജയം നമുക്ക് തന്നെ അവകാശപ്പെട്ടതാവും. എന്തുകൊണ്ടാണ് യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകാനിടയുള്ളത് എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വളരെ വിസ്തൃതമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി അവർ തങ്ങളുടെ മിസൈൽ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇവയൊക്കെ കണ്ടെത്തി നശിപ്പിച്ച് തീർക്കണമെങ്കിൽ നമുക്ക് സമയക്കൂടുതൽ വേണം. വ്യക്തമാണ് ട്രംപിൻ്റെ വാക്കുകൾ. 4 ദിവസം പോയിട്ട് 40 ദിവസം നീണ്ടു നിന്നാലും ഈ യുദ്ധം അവസാനിക്കുമോ എന്ന സംശയം ലോകത്തിന് ബാക്കി. ഇവിടെയാണ് GCC രാജ്യങ്ങളിൽ പടരുന്ന വലിയ പരിഭ്രാന്തി. ഏകദേശം 1 കോടിയോളം ജനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് GCC രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇനിയുള്ള ദിവസങ്ങൾ. മിക്ക GCC രാജ്യങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ആശ്രയിക്കുന്നത് മറ്റു രാജ്യങ്ങളെ. ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെയാണ് അവർ സാധാരണ പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ വ്യോമപാതകൾ പൂർണ്ണമായി കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. മിക്ക സർക്കാർ ഓഫീസുകളും അടഞ്ഞുകിടക്കുന്നു. UAE, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ മിക്ക പൊതുസ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. US ഇസ്രായേൽ സഖ്യം ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാൻ ആക്രമണം ഇപ്പോൾ പശ്ചിമേഷ്യ മുഴുവൻ ഗ്രസിക്കുന്ന മാനങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് സൗദിയിലെ ആരാംകോയുടെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ച വാർത്തയാണ്. ദുബായ്, ദോഹ കേന്ദ്രീകരിച്ച് കനത്ത ആക്രമണങ്ങളാണ് ഇന്ന് ഇറാൻ തൊടുത്തത്. നിരവധി മിസൈലുകൾ UAEയുടെ നേർക്ക് അവർ പ്രയോഗിക്കുന്നു. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണി തുടച്ചു നീക്കിയിട്ടേ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ഗർജിക്കുന്ന സിംഹമെന്നാണ് ഈ യുദ്ധത്തിന് ഇസ്രയേൽ പേരിട്ടിരിക്കുന്നത്. 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന പദവിയിലിരിക്കുന്ന ഷിയാകളുടെ ആത്മീയാചാര്യൻ കൂടിയാണ് ആയത്തുള്ള അലി ഖമേനി. അലി ഖമേനിയുടെ വധം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഗാസ യുദ്ധകാലത്ത് ഗൾഫ് മേഖല ഏറെക്കുറെ ശാന്തമായിരുന്നു. ഇപ്പോൾ ഗൾഫ് മേഖലയാണ് സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത്. മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന അമേരിക്കയ്ക്ക് നേരെ നേരിട്ട ആക്രമണത്തിലുള്ള മാർഗങ്ങൾ ഇറാന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ മേൽ കനത്ത ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തുന്നത്. ഇസ്രയേലിന് നേർക്കുള്ള മിസൈൽ ആക്രമണങ്ങൾ അവർ ഫലപ്രദമായി പ്രതിരോധിക്കുന്നു. വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന് സ്വന്തമായുണ്ട്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങളുടെ നേർക്കുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ ഇറാൻ കൂടുതൽ ശ്രമിക്കുന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 30% കടന്നുപോകുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 83 മുതൽ 54 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ. സംഘർഷത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. ഗൾഫിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ ദുബായ്, അബുദാബി, റിയാദ്, ദോഹ, മനാമ തുടങ്ങിയ മഹാനഗരങ്ങളിലൊക്കെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തി.
ഈ മേഖലയിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ കനപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫും മേഖലയിലെ നഗരങ്ങളുമൊക്കെ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നു. ലോകരാഷ്ട്രങ്ങളിലേക്കുള്ള എണ്ണ ലഭ്യതയെ ഇത് ഗണ്യമായി ബാധിക്കും. ആഗോള വ്യോമഗതാഗതത്തിൻ്റെ 35% വരുന്ന ഏഷ്യ പസഫിക് മേഖലയിൽ വ്യോമഗതാഗതം പൂർണ്ണമായി താറുമാറ്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ മിക്കവാറും ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ആശ്രയിക്കുന്ന ഇറക്കുമതി ഇപ്പോൾ പൂർണ്ണമായി നിലച്ച മട്ടിലാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ഒരിക്കലും പ്രതിസന്ധി ഉണ്ടാകില്ല എന്നങ്ങനെ പറയാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ ദിവസം ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി പറഞ്ഞു, ഹൈപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾ തിരക്ക് കൂട്ടേണ്ടതില്ല. നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയിൽ ആശങ്കപ്പെടേണ്ടതില്ല. ദുബായിലെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരുകയാണ് എന്ന് യൂസഫ് അലി പറഞ്ഞു വെച്ചു. ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടില്ല എന്നാണ് യൂസഫ് അലി പറഞ്ഞത്. എന്നാൽ ആകാശമാർഗമുള്ള ഇറക്കുമതി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണിപ്പോൾ. മറുവശത്ത് തുറമുഖ പ്രവർത്തനങ്ങളും പൂർണ്ണമായി താറുമാറായി. ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കുന്ന കടകളിലുമൊക്കെ വലിയ തിക്കും തിരക്കുമാണ് UAEയിൽ കാണുന്നത്. ജനങ്ങൾ വലിയ തോതിൽ ആഹാര സാധനങ്ങൾ സംഭരിക്കുന്നു. യുദ്ധം മാസങ്ങളോളം നീണ്ടുപോയാൽ ജനങ്ങൾ വലിയ പട്ടിണിയിലാകുമോ എന്ന ഭയമാണ് ഇത്തരം സംഭരണത്തിന് പിന്നിൽ. കുവൈറ്റ് യുദ്ധകാലത്തെ പല കാര്യങ്ങളും ഇപ്പോൾ ആളുകളുടെ ഓർമ്മയിലുണ്ട്. അന്ന് നേരിട്ട ഭക്ഷ്യപ്രതിസന്ധി മലയാളികളടക്കം പലരെയും ബാധിച്ചിരുന്നു. കള്ളക്കടത്തിലൂടെയും അനധികൃത മാർഗങ്ങളിലൂടെയും അന്ന് പച്ചക്കറികളും ഭക്ഷ്യോൽപ്പന്നങ്ങളും എത്തിച്ച് നിരവധി പ്രവാസികൾ വലിയ ബില്യണർമാരായി. വലിയ വിലക്കയറ്റം എപ്പോഴും യുദ്ധങ്ങളുടെ അനന്തരഫലമാണ്. ഈ വിലക്കയറ്റം താങ്ങാൻ നമ്മുടെ പ്രവാസികൾക്ക് കഴിയുമോ? ഈ ഭയപ്പാടിലാണ് മിക്ക പ്രവാസികളും. ദുബായ്, അബുദാബി, ദോഹ എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വഴിയാണ് പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങൾ, മധ്യേഷ്യ, യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ, സാന്റിനേവിയൻ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ റഷ്യ എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സാധന സേവനങ്ങളുടെയും ആൾ സഞ്ചാരത്തിൻ്റെ സിംഹഭാഗവും കടന്നുപോകുന്നത്. ഗൾഫിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ജപ്പാൻ, ചൈന, ഇന്ത്യ എന്നീ വലിയ രാജ്യങ്ങൾ. ഗൾഫ് സംഘർഷം വലിയ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമാകും, ഒൽപ്പം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ക്ഷാമത്തിനും. GCC രാജ്യങ്ങളിൽ വലിയ വികസന മുരടിപ്പിന് യുദ്ധം ഇടവരുത്തുമെന്ന് വ്യക്തമാണ്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 40% ഗൾഫ് പശ്ചിമേഷ്യ മേഖലയിൽ നിന്നാണ്. ഹോർമുസ് കടലിടുക്ക് താണ്ടിയാണ് എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തേണ്ടത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും സ്ഥിരതയാർന്ന ഒരു മേഖലയായി നമ്മൾ ഗൾഫിനെ കാണുന്നു. GCC രാജ്യങ്ങളിൽ മാത്രം 90 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. UAEയിൽ മാത്രം 35 ലക്ഷം ഇന്ത്യക്കാർ. ഇവരിൽ 65% ബ്ലൂ കോളർ ജോലിക്കാരാണ്. യുദ്ധവും സംഘർഷവും മൂലം തൊഴിൽ നഷ്ടമുണ്ടായാൽ വലിയ തോതിൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടത്തിനിടവരുത്തും. ഇനിയാണ് കൂടുതൽ നടുക്കുന്ന ചില കണക്കുകൾ. ഗൾഫിൽ ഇന്ത്യക്കാരിൽ കൂടുതൽ ഭാഗവും മലയാളികളാണ്. കേരളത്തിൻ്റെ ആശങ്ക ഇത് വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ മാത്രം 30 ലക്ഷം മലയാളികളുണ്ട്. വർഷം തോറും 1.3 ലക്ഷം കോടി രൂപയാണ് ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്നത്. GCC രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ അവർ ഇറാനെതിരെ ഒന്നിക്കുന്ന സാഹചര്യമാണിപ്പോൾ ലോകത്തിന് മുന്നിൽ. ഇറാൻ US ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച ഒമാൻ പോലും ഇപ്പോൾ GCC രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ഇറാൻ അന്ത്യശാസനം നൽകുന്നു. ഇറാനിൽ ഒരു ഭരണമാറ്റം സാധ്യമാകണമെങ്കിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ആയുധം താഴെ വയ്ക്കണം. അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ പരിമിതമാണ്. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് ശിക്ഷയിലൂടെ ഒരു പ്രതിരോധമൊരുക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇത് മേഖലയിൽ വ്യാപകമായ അനന്തരഫലങ്ങൾ ഉളവാക്കും. ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യാതെ ഇനി ഇറാന് തലയുയർത്തി നിൽക്കാൻ കഴിയില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ GCC രാജ്യങ്ങളുടെ നേർക്ക് സമാനതകളില്ലാത്ത ആക്രമണം തുടരുമ്പോൾ ഗൾഫ് മേഖല കൂടുതൽ അസ്വസ്ഥമാകും. ഇനി നയതന്ത്ര മാർഗങ്ങളിലേക്ക് വീണ്ടും മടങ്ങിയെത്തണമെങ്കിൽ റഷ്യ, ചൈന അച്ചുതണ്ട് ഇറാനൊപ്പം ചേരണം. അത്തരമൊരു സാഹചര്യം സംജാതമായാൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയ്ക്കൊപ്പം ചേരും. ഇത് ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് സൂക്ഷ്മതയോടെയാണ് റഷ്യയും ചൈനയും കരുക്കൾ നീക്കുന്നത്. ചുരുക്കത്തിൽ 4 ദിവസം എന്ന് ട്രംപ് പറഞ്ഞ ഈ യുദ്ധം ഇനി 40 മാസങ്ങൾ നീണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല. എന്നാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നതോ പ്രവാസികളായ വലിയൊരു ലോകം.
ചുരുക്കത്തിൽ വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഒരു ബഹുമുഖ പ്രതിസന്ധിയാണ് നമ്മൾ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ കാണുന്നത്. ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള ഊർജ്ജ വിപണികൾ ഇനി കൂടുതൽ തളരും. സാമ്പത്തിക അസ്ഥിരതയ്ക്ക് ഇത് കാരണമാകും. സംഘർഷത്തിന്റെ സാമ്പത്തിക ആഘാതം പ്രാദേശിക വിപണികളിൽ പെട്ടെന്ന് അനുഭവവേദ്യമാകും. ഇപ്പോഴിതാ വലിയ തോതിൽ ഓഹരി വിപണി ഇടിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം GCC രാജ്യങ്ങളിൽ. ഗൾഫ് സോവറിൻ വെൽത്ത് ഫണ്ടുകൾ അവരുടെ ആഗോള നിക്ഷേപ തന്ത്രങ്ങൾ പോലും പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമാക്കും. സമുദ്രപാതകളും അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഇപ്പോൾ സൈന്യ നിരീക്ഷണത്തിലാണ്. ഗൾഫിലുടനീളമുള്ള സുരക്ഷാ നടപടികൾ പുനഃപരിശോധിക്കാൻ ഈ സംഘർഷം ഇടവരുത്തും. തങ്ങളുടെ അയൽക്കാർക്കെതിരെ ഇറാൻ ഇപ്പോൾ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയും ആക്രമണം കൂടുതൽ കനപ്പിക്കുകയാണ്. ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ച് 38 മണിക്കൂറുകൾക്കുള്ളിൽ ബഹ്റിൻ, ജോർദാൻ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇറാൻ തൊടുത്തത്. ചരിത്രത്തിലാദ്യമായി എല്ലാ GCC രാഷ്ട്രങ്ങളെയും ഒരേ ശക്തി ആക്രമിക്കുന്ന കാഴ്ച. ഗൾഫിന്റെ ദീർഘകാല പേടി സ്വപ്ന സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാൻ എന്തെങ്കിലും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ടെഹ്റാനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ച നടപടിയായിരുന്നുവെന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു. ഗൾഫ് സഹകരണ കൗൺസിലിലുടനീളമുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവ മിസൈൽ പ്രതിരോധ ബാറ്ററികളെക്കാൾ അധികം സജീവമാക്കിയിരിക്കുന്നു. പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് കടക്കും എന്ന് GCC രാജ്യങ്ങൾ ഇറാനെ ഓർമ്മപ്പെടുത്തി. ടെഹ്റാൻ നടത്തിയ ആക്രമണങ്ങളുടെ കൃത്യമായ കണക്ക് GCC രാജ്യങ്ങൾ പുറത്തുവിടുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. രാജ്യത്തൊരു അനിശ്ചിതാവസ്ഥ ഈ ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം സംഘർഷങ്ങൾ GCC രാജ്യങ്ങളുടെ ഘടനാപരമായ ദുർബലതകൾ തുറന്നു കാട്ടുന്നു. തങ്ങളുടെ ജനങ്ങൾക്കിടയിൽ ഒരു സുരക്ഷാബോധക്കുറവുണ്ടാവുന്നത് ഭരണകൂടങ്ങളെ ബാധിക്കും. പതിറ്റാണ്ടുകളായി കനത്ത പ്രതിരോധ ചെലവുകൾ നടത്തിയിട്ടും ഗൾഫ് രാജ്യങ്ങൾ മിസൈൽ ഡ്രോൺ യുദ്ധങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസം തളർത്തും. വളരെ ബുദ്ധികൂർമ്മതയോടെയാണ് ദുബായ് കേന്ദ്രീകരിച്ച അതിശക്തമായ ആക്രമണങ്ങൾ ഇറാൻ തൊടുക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും സുരക്ഷിത മേഖല എന്ന നിലയിലായിരുന്നു നിക്ഷേപകർ ദുബായിയെ സമീപിച്ചുകൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് വലിയ മാറ്റം വരുന്നതോടെ ദുബായിയുടെ വികസന മുരടിപ്പിന് കാരണമാകും. ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ ഏകോപനവും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരു പൊതുപ്രസ്താവനയ്ക്കപ്പുറം സംയുക്തമായി ഒരു ശത്രുവിനെ നേരിടാനുള്ള കെൽപ്പ് GCC രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകൾക്കില്ല എന്ന സത്യം തുറന്നു കാട്ടി. പ്രാദേശിക പ്രതിരോധ സഹകരണം വാക്കുകളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങളുടെ പ്രതിരോധത്തിനപ്പുറം ആക്രമണത്തിൽ എത്രയോ ദുർബലരാണ് എന്നൊരിക്കൽ കൂടി ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഈ യുദ്ധം നീണ്ടുനിന്നാൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാവും പ്രവാസികളെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തം. തൊഴിൽ നഷ്ടം മാത്രമല്ല, ഗൾഫിലെ ജീവിത ചെലവ് പല മടങ്ങായി ഉയരും. നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷ്യോൽപ്പന്നങ്ങളുമൊക്കെ ലഭിക്കാത്ത സാഹചര്യമുണ്ടാകുമോ? കടുത്ത പരിഭ്രാന്തി വളരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.